LK ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ രണ്ടാമത് LK ഇന്റർനാഷണൽ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ കൊച്ചിയിൽ നടന്നു. ചലച്ചിത്രമേളയുടെ സമാപന സമ്മേളനം സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. 3 വേദികളിലായി നടന്ന ചലച്ചിത്രമേളയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഹ്രസ്വചിത്രങ്ങളുടെ പ്രദർശനം, ചലച്ചിത്ര രംഗത്തെ വിവിധ വിഷയങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ, ഷാജി എം കരുൺ, ശ്യാം ബെനഗൽ അനുസ്മരണം, അവാർഡ് വിതരണം, ചലച്ചിത്ര പ്രതിഭകളെ ആദരിക്കൽ എന്നിവ നടന്നു. ഗോകുലം കൺവെൻഷൻ സെന്ററിൽ നടന്ന സമാപന ചടങ്ങ് സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. സിനിമകൾ എടുക്കുന്നവർക്ക് ആത്മബലം നൽകുന്നതാണ് ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ എന്ന് അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞു. ശരിക്കും പറഞ്ഞ ഇതുപോലെയുള്ള ഈ മുൻ വിശേഷണങ്ങളില്ലാത്ത സിനിമകൾ, അതായത് സിനിമ എടുക്കുന്നു. ചില സിനിമകൾ കൂടുതൽ ആളുകൾ കാണും, ചില സിനിമകൾക്ക് തീരെ ആളുകൾ കാണാൻ വരികയില്ല, ചില സിനിമകൾക്ക് അവാർഡുകൾ കിട്ടും, ചിലതിന് കിട്ടുകയില്ല. അങ്ങനെയൊക്കെയുള്ളൂ. അല്ലാതെ പാരലായിട്ടൊരു നമ്മുടെ നാട്ടിലെ, അതായത് സമാന്തരമായ, മലയാളത്തിൽ പറഞ്ഞാൽ സമാന്തര സിനിമ എന്നൊക്കെ പറയാറുണ്ട്. വളരെ തെറ്റായ പ്രയോഗമാണ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. സിനിമ മാത്രമേ ഉള്ളൂ, അതിന് പാരലോ ഇല്ല, അല്ലെങ്കിൽ മുഖ്യധാര എന്നൊക്കെ പറയുന്നതിൽ അർത്ഥമില്ല. ശരിക്കും ഇന്ന് സിനിമയുടെ ടെക്നോളജി മാറി. കഴിഞ്ഞ 4 നൂറ്റാണ്ടിനുള്ളിൽ സിനിമ ആകെ മാറി, വേറൊരു തരം ഫിലിം മേക്കിംഗ് തന്നെ മാറിക്കഴിഞ്ഞു. അതുകൊണ്ട് പണ്ടൊക്കെ ഞങ്ങളൊക്കെ ആഗ്രഹിക്കുമായിരുന്നു ഇത്രയും ക്ലിഷ്ടമായ സിനിമ നിർമ്മാണം എന്നുള്ളത് മാറിക്കിട്ടിയാൽ കൊള്ളാം. നമുക്ക് ഒരു എഴുത്തുകാരൻ എഴുതാൻ കഴിയുന്നത് പോലെ, ഒരു ചിത്രകാരന് വരയ്ക്കാൻ കഴിയുന്ന പോലെ എഴുത്തത്തിൽ നിർമ്മിക്കാൻ കഴിയുന്നതാവണം സിനിമ എന്ന് പറയുമായിരുന്നു. ചടങ്ങിൽ അടൂർ ഗോപാലകൃഷ്ണനെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് നൽകി ആദരിച്ചു. ട്രൈബൽ ഫെസ്റ്റിവൽ ലോഗോയും ഓൾ ഇന്ത്യ ഷോർട്ട് മൂവി മേക്കേഴ്സ് അസോസിയേഷൻ വെബ്സൈറ്റ് ലോഞ്ചും കളേഴ്സ് ഷോർട്ട് ഫിലിമിന്റെ പ്രഖ്യാപനവും ഫെസ്റ്റിവലിന്റെ ക്രിയേറ്റീവ് ഡയറക്ടർ വിയാൻ മംഗലശ്ശേരി നിർവഹിച്ചു. മികച്ച നടീനടന്മാർക്കുള്ള പുരസ്കാരങ്ങൾ നിരോഷ, പരമേശ്വരൻ കുര്യാത്തി എന്നിവർ സ്വന്തമാക്കി. വാസു എന്ന ഷോർട്ട് ഫിലിമിലൂടെ സിദ്ധാർത്ഥ് ഹരികുമാർ മികച്ച സംവിധായകനുള്ള പുരസ്കാരവും, ഇൻഫന്റസ് സംവിധാനം ചെയ്ത ശിവന്തമൻ മികച്ച ഷോർട്ട് ഫിലിമിലുള്ള പുരസ്കാരവും സ്വന്തമാക്കി. ചലച്ചിത്രമേളയുടെ ഉദ്ഘാടന ചടങ്ങ് പ്രമുഖ അന്താരാഷ്ട്ര ചലച്ചിത്ര നിരൂപകൻ ഫിലിപ്പ് ചെ ഉദ്ഘാടനം ചെയ്തു. ഫെസ്റ്റിവൽ ചെയർമാൻ കമൽ, മണിപ്പൂർ സംവിധായകൻ ഹൗബം പി പവൻകുമാർ, സംവിധായകരായ സംഗജിത് വിശ്വാസ്, സുനന്ദ ഭട്ട്, ഡോക്ടർ ബിജു, ചലച്ചിത്ര താരങ്ങളായ രജത് കപൂർ, വിനീത് കുമാർ, VK ജോസഫ്, GP രാമചന്ദ്രൻ, സോഹൻ റോയ്, സണ്ണി ജോസഫ് എന്നിവർ ഫെസ്റ്റിവലിന്റെ ഭാഗമായി. കേരള വിഷൻ ന്യൂസ്, കൊച്ചി.